നമസ്കാരം. നമ്മൾ ഒരുപാട് നാളായി കഥേമമ അവതരിപ്പിച്ചിട്ട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, രാമേന്ദ്രൻ സാറ് വരുന്നുണ്ടല്ലോ, പക്ഷേ കഥേമമ പറയുന്നില്ലെന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ നിങ്ങളുടെ ആവശ്യം മാനിച്ച് വീണ്ടും കഥേമമയിലേക്ക് നമ്മൾ വരികയാണ്. എനിക്ക് തോന്നുന്നത് ഇത്തവണ കഥേമമ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത് വളരെ വലിയ യുദ്ധസമാനമായ ഒരു സാഹചര്യം, സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് ഒരു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കൂടെ പശ്ചാത്തലം ആസ്പദമാക്കിയുള്ള ഒരു കഥ, സംഭവകഥ പറയാമെന്ന് തോന്നുന്നു, അല്ലേ? അതെ. അതായത് 1951 മാർച്ച് 15 സോമനാഥില് അഭിഷേകം നടന്നത്. സോമനാഥ ക്ഷേത്രം, അത് സർദാർ പട്ടേലൊക്കെ വാഗ്ദാനം ജനങ്ങൾക്ക് കൊടുത്തിരുന്നതാണ്. സോമനാഥ ക്ഷേത്രം നമ്മൾ പുനർനിർമ്മിക്കും, അത് സർക്കാരിന്റെ പണം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നെഹ്റു വലിയ പ്രശ്നം ഉണ്ടാക്കി, ട്രസ്റ്റ് ഉണ്ടാക്കി. പട്ടേൽ മുൻകൈ എടുത്ത് ട്രസ്റ്റ് ഉണ്ടാക്കി. അതിന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ രാഷ്ട്രപതിയോട് പോകരുത്, നെഹ്റു രാജേന്ദ്ര പ്രസാദിനോട് പോകരുതെന്ന് പറഞ്ഞു. രാജേന്ദ്ര പ്രസാദ് പോയി പണി നോക്കാൻ പറഞ്ഞു. എന്നിട്ട് രാജേന്ദ്ര പ്രസാദ് കൃഷി മന്ത്രി KM മുൻഷിക്കായിരുന്നു ഇതിന്റെയൊക്കെ ചുമതല. അപ്പൊ KM മുൻഷി ഇതൊക്കെ ചെയ്യുന്നത് ശരിയല്ല എന്ന് നെഹ്റു പറഞ്ഞുകൊണ്ട് KM മുൻഷി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. അതായത് സോമനാഥ ക്ഷേത്രം ഈ വൈദേശിക മുസ്ലിം ആക്രമണകാരികൾ തകർത്തത് ഒരിക്കലും പുനർനിർമ്മിക്കപ്പെടരുതെന്ന് വാശി ഉണ്ടായിരുന്ന ആളായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു. അങ്ങനെ സോമനാഥ ക്ഷേത്രം പണിത് അഭിഷേകം നടത്തുമ്പോൾ സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളം വേണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ 12 ഔൺസ് സിന്ധു നദീജലം അവിടെ നിന്ന് അഭിഷേകത്തിന് പല സ്ഥലത്ത് നിന്ന് പൂവും കായും പല സാധനങ്ങളും കൊണ്ടുവരുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് 12 ഔൺസ് വെള്ളം വേണമെന്ന് ജാംനഗറിലെ രാജാവ് അന്ന് പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് എഴുതി. അങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് സിന്ധു നദീജലം കൊണ്ടുവന്നത് നെഹ്റുവിന് ഇഷ്ടപ്പെട്ടില്ല. ഇത് സെക്കുലർ രാജ്യമാണല്ലോ. അപ്പോൾ സെക്കുലർ രാജ്യം എന്ന് നെഹ്റു പറയുന്നത് നമ്മുടെ ഇവിടുന്ന് വെള്ളം കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പിന്നെ പാകിസ്ഥാൻ പുകിലും ഉണ്ടാക്കി. അതാണ് ഈ കഥയുടെ ചുരുക്കം. അപ്പോൾ നെഹ്റുവിൻ്റെ ഈ സെക്കുലറിസത്തിൻ്റെ ഒരു പരീക്ഷണം ആണ് അന്ന് നടന്നത്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ചെടി, പൂവ്, മണ്ണ് ഒക്കെ അഭിഷേകത്തിന് കൊണ്ടുവരാൻ തീരുമാനിച്ചു. പാകിസ്ഥാനിൽ നിന്ന് ഇതുപോലെ 12 ഔൺസ് വെള്ളം വേണമെന്ന് 1951 ഫെബ്രുവരി 20 നവനഗറിലെ ജാം സാഹിബ് പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഗൂപ് ചന്ദിന് എഴുതി. വെള്ളം മാത്രമല്ല, പൂവും മണ്ണും ഒക്കെ പല സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് നമുക്ക് വേണ്ടത് സിന്ധു നദീജലാണ്. നമ്മുടെ പൈതൃകത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമാണ് സിന്ധു നദി എന്ന് അദ്ദേഹം എഴുതി. എന്നിട്ടൊരു നിർദ്ദേശം കൊടുത്തു. ഈ അയക്കുന്നത് എന്താണെന്നുള്ളത് പുറത്ത് ലേബൽ എഴുതി ഒട്ടിച്ചിട്ട് എയർമെയിലായിട്ട് അയച്ചാൽ മതി. കാരണം ഇവിടെ അഭിഷേകത്തിന് ഒരുപാട് സാധനം വരുന്നുണ്ട്, അതൊക്കെ മാറ്റി മാറ്റി തിരിച്ച്. അപ്പോൾ ഇത് ലേബൽ എഴുതി അയക്കണം എന്ന് പറഞ്ഞിരുന്നു. 1951 മാർച്ച് 15 എത്തത്തക്ക വിധം എയർമെയിലിൽ അയക്കണം. അതാണല്ലോ അഭിഷേകം. അപ്പോൾ ചന്ദ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഈ സിന്ധു നദീജലം ശേഖരിച്ചിട്ട് അയച്ചപ്പോൾ ഒരു ബുദ്ധി കാണിച്ചു. ഇത് വിദേശകാര്യ വകുപ്പ് വഴിയാണ് അദ്ദേഹം അയച്ചത്, അല്ലാതെ രാജാവിനോ മുൻഷിക്കോ നേരിട്ട് അയച്ചു കൊടുക്കുകയല്ല ചെയ്തത്. അയാളെ വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണല്ലോ ഗൂപ് ചന്ദ്. അപ്പോൾ അദ്ദേഹം പ്രോപ്പർ നെഹ്റുവിനോ മറ്റോ ഒക്കെ പിന്നീട് എന്തെങ്കിലും തോന്നിയാലും ഉത്തരം പറഞ്ഞ് നിൽക്കണമല്ലോ. അങ്ങനെ ചെയ്തു. ഒരു കത്തും വെച്ചു. ഈ എയർമെയിൽ വഴി അയച്ചിട്ട് ഇമ്മീഡിയറ്റ് എന്നൊക്കെ എഴുതി. ഈ MEAയുടെ വിദേശകാര്യ വകുപ്പിൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി SK ബാനർജിക്ക് മാർച്ച് 7 ഒരു കത്ത്. ഇങ്ങനൊരു സാധനം അയക്കുന്നു, ഇത് നിങ്ങൾ ജാംനഗറിലെ രാജാവിന് കൈമാറുക. എന്നിട്ട് രാജാവിനെ അറിയിച്ചു, ഇങ്ങനെ വിദേശകാര്യ വകുപ്പിന് അയച്ചിട്ടുണ്ട്, അവരയച്ചു തരും, അവിടുന്ന് കളക്ട് ചെയ്യുക എന്ന് അയച്ചു. ബാനർജി അത് ഭക്ഷ്യ കൃഷിമന്ത്രി KM മുൻഷിക്ക് കൊടുത്തു. എന്നിട്ട് KM മുൻഷി കൊണ്ടുവരും എന്ന് രാജാവിനെയും അറിയിച്ചു. ഇത്രയും സംവിധാനങ്ങൾ ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് പാകിസ്ഥാൻ ഇതെങ്ങനെ എടുക്കും? അവിടെ നിന്നുള്ള നദിയിലെ വെള്ളം ഇവിടുത്തെ ഒരു ക്ഷേത്ര അഭിഷേകത്തിന് അയച്ചു എന്നുള്ള കാര്യം പുറത്തു വന്നാൽ പാകിസ്ഥാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അവിടുത്തെ ഹൈക്കമ്മീഷണർ ഗൂപ് ചന്ദിന് ഉത്കണ്ഠയുണ്ടായി.
അയാൾ അവിടെയാണല്ലോ ജീവിച്ചു പോകുന്നത്. ഉത്കണ്ഠ സ്വാഭാവികം. അപ്പോൾ അങ്ങനെ സംശയം വന്നിട്ട് ഈ ബാനർജിക്ക് എഴുതി, MEAയിലെ പബ്ലിസിറ്റി ഒന്നും വേണ്ട, നിങ്ങൾ അഭിഷേകത്തിന് വെള്ളം ഉപയോഗിച്ചോളൂ, പക്ഷെ ഇങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് ഹൈക്കമ്മീഷൻ വഴി കൊണ്ടുവന്നു എന്നൊന്നും പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു കത്തെഴുതി മാർച്ച് 19 ആ കത്ത് ഈ ബാനർജി വിദേശകാര്യ വകുപ്പിലെ KM മുൻഷിക്ക് ആ കത്തും അയച്ചു. നിങ്ങളിത് പ്രചരിപ്പിക്കരുത്, ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്നും, അങ്ങനെ പ്രചരിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലോ, വിഭജന കാലമാണ്. അപ്പോൾ ബാനർജി 28 ചന്ദിന്, ഈ വിദേശകാര്യ വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറി ബാനർജി ഈ ഗൂപ്ചന്ദിന് ഹൈക്കമ്മീഷണർക്ക് ഒരു കത്തെഴുതി, ഇങ്ങനെ ഞങ്ങൾ പ്രചരിപ്പിച്ചാൽ എന്തൊക്കെ പുകിലാണ് പാകിസ്ഥാൻ ഉണ്ടാക്കാൻ സാധ്യത, എന്തൊക്കെ കോൺസിക്വൻസ് ഉണ്ടാക്കാം. അപ്പോൾ ചന്ദ് പറഞ്ഞു, സാധാരണഗതിയിൽ ഒന്നും പറയില്ലായിരിക്കും, പക്ഷേ മാധ്യമങ്ങൾ ഇത് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യ സെക്കുലറാണ്, അവർ പറയും ഇന്ത്യ മതേതരമാണെന്ന് ഭാവിക്കുന്നു, എന്നിട്ട് ഭാവിച്ചിട്ട് മുസ്ലിം അധിനിവേശക്കാരൻ തകർത്ത ഒരു ക്ഷേത്ര പുനരുദ്ധാരണത്തിൻ്റെ സമയത്ത് അത് കെങ്കേയമായി കൊണ്ടാടാൻ പാകിസ്ഥാൻ്റെ വെള്ളം വേണ്ടി വന്നു, പാകിസ്ഥാൻ്റെ നദിയിലെ വെള്ളം വേണ്ടി വന്നു, ഇങ്ങനെ പ്രചരിപ്പിക്കാം. 2, ഇന്ത്യക്ക് ഇനിയും ഈ വിഭജനത്തിൻ്റെ പരിക്ക് മാറിയിട്ടില്ല, അവർ വിഭജനം മറക്കുന്നില്ല, ഇവിടുത്തെ ഒരു പുഴയിലെ വെള്ളം വീണ്ടും അവരിതേ കൊണ്ടുപോയിരിക്കുന്നു. സിന്ധു പക്ഷേ ഇന്ത്യൻ നദിയല്ല, പാകിസ്ഥാൻ്റെ ജീവനാഡിയാണ്. അന്നും ഈ കത്തില് കൂപ്ചന്ദ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ അവർ പറയുന്നത്, പാകിസ്ഥാൻ്റെ നാഡിയാണ് സിന്ധു, ഈ നദി ഇപ്പോഴും പവിത്രമാണെന്ന് ഇന്ത്യ കരുതുന്നു. ഇങ്ങനെയൊക്കെ മാധ്യമങ്ങൾ പാകിസ്ഥാനിൽ പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഗൂപ്ചന്ദ് എഴുതി, ഇത് ചരിത്ര നിമിഷമാണ്, ഹൈക്കമ്മീഷൻ വെള്ളമയച്ചു എന്ന് നിങ്ങൾ പറയരുത്, സിന്ധു നദീജലം ഉപയോഗിച്ചെന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പം നെഹ്റുവിൻ്റെ അടുത്തെത്തി. ഇത്രയൊക്കെ ഇനി പത്രങ്ങളിൽ വരുമ്പോൾ നെഹ്റു പറഞ്ഞു എന്ന് വേണ്ട, നേരത്തെ പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ വിദേശകാര്യ വകുപ്പ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ക്ഷേത്രാഭിഷേകത്തിന് സിന്ധു നദിയിലെ വെള്ളം ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഹൈക്കമ്മീഷൻ വഴി എന്ന് പറഞ്ഞു. അപ്പോൾ നെഹ്റു വിദേശകാര്യ സെക്രട്ടറി KPS മേനോൻ വഴി എതിർപ്പറിയിച്ചു രേഖാമൂലം. ഏപ്രിൽ 25 ഈ ഹൈക്കമ്മീഷണർ ഗൂപ്ചന്ദിന് KPS മേനോൻ എഴുതി, നെഹ്റുവിൻ്റെ അനുമതി ഈ പരിപാടിക്കില്ല, നിങ്ങളിങ്ങനെ വെള്ളം അയച്ചതിന്, ഭാവിയിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത്, നെഹ്റുവിനോടൊക്കെ ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി, അല്ലാതെ ഏതെങ്കിലും ഒരു രാജാവ് പറയുന്നൊന്നും അനുസരിക്കേണ്ടതില്ല എന്ന് KPS മേനോൻ കത്തെഴുതി. ഏപ്രിൽ 30 ഗൂപ്ചന്ദ് വീണ്ടും വിദേശകാര്യ വകുപ്പ് വഴി കത്തെഴുതി. മെയ് 21 MEAക്ക് ഇൻഫർമേഷൻ ഓഫീസർ MR ഭട്ട് ഈ സംഭവമൊക്കെ വെച്ചിട്ടൊരു 12 പേജ് ഡോസ്യ സമർപ്പിച്ചു. അതിൽ പറഞ്ഞു, നേരത്തെ ഗൂപ്ചന്ദ് പ്രകടിപ്പിച്ച ഉത്കണ്ഠ ശരിയായിരുന്നു, പാകിസ്ഥാനിലെയും ഗുജറാത്തിലെയും മാധ്യമങ്ങൾ ഇത് മതപരമായ മുൻവിധി ഈ അഭിഷേകത്തിൽ ഉണ്ടായിരുന്നു എന്ന് മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇത് അവർ മതപരമായിട്ട് തിരിച്ചിട്ടുണ്ട്, ഹിന്ദു വിരുദ്ധ ഇന്ത്യ വിരുദ്ധ പ്രചാരണത്തിന് ഇത് മാധ്യമങ്ങൾ പാകിസ്ഥാനിൽ ഉടനീളം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ഡോസിയർ. ഇത് ഡൽഹിയിൽ ഇപ്പോൾ നാഷണൽ ആർക്കൈവ്സിൽ ഈ കത്തുകളൊക്കെ ഉണ്ട്. ഏതായാലും ഈ ഇതിലൂടെ പ്രകടമാകുന്നത് നെഹ്റു എന്ന് പറയുന്ന രാഷ്ട്രശില്പി എന്നൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾ എത്രമാത്രം ഹിന്ദു വിരുദ്ധനായിരുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ സംഭവം. ഇത് അറിഞ്ഞുകൂടാത്ത ആദ്യം വരൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഈ സോമനാഥ ക്ഷേത്രത്തിൽ അഭിഷേകം ചെയ്യാനായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള നദികളിലെ ജലം, പുഷ്പങ്ങൾ, മണ്ണ് ഇതൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതൊരു ലോകത്തിൻ്റെ മുഴുവൻ ഒരു കേന്ദ്രമായി ഒരു ക്ഷേത്രത്തെ കാണുന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. അയോധ്യയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പോലും തുരങ്കം വെക്കുക എന്ന് പറഞ്ഞാൽ നെഹ്റുവിൻ്റെ ഒരു കൊതിക്കറിവോ പകയോ വാശിയോ ആണ്. ഞാൻ എതിർത്തിട്ടും മുസ്ലിങ്ങൾ തകർത്ത ആ ക്ഷേത്രം ഇവർ നിർമ്മിച്ചു, അപ്പോൾ അതിന് ഭംഗിയാക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും തടസ്സപ്പെടുത്തുക എന്നുള്ളൊരു മനോഭാവം നെഹ്റുവിനുണ്ടായിരുന്നു എന്ന് കൂടുതൽ ഓരോ ദിവസവും
നെഹ്റുവിൻ്റെ ഹിന്ദു വിരുദ്ധത ഈ പുതിയ കാലത്ത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പുതിയ എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ ഈ കഥയും മമ്മിയിലൂടെ പറഞ്ഞു വെച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.